ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേഡിലേക്ക് സ്വാഗതം. നമ്മൾ വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ പഠിച്ചു വരികയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ്. ഓക്കെ, പഠിച്ചാലോ? അപ്പോൾ എന്താണ്, തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശനമുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് പറമ്പിക്കുളമാണ്. സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമടയിലാണെന്ന് ഓർക്കുക. ഇതിൻ്റെ ആസ്ഥാനം തൂണക്കടവാണ്. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ആണ് ഈ പറമ്പിക്കുളം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ചോദിക്കുകയാണെങ്കിൽ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. അതുപോലെ കാട്ടുപോത്തുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2010 ഈ പറമ്പിക്കുളത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പ്രവേശനമുള്ള വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ആസ്ഥാനം തൂണക്കടവാണ്. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2010 ഇതിനെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് PSC സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.